ഞാൻ ഈവനിങ് വളരെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ പുറത്തു പോയപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഈ അടുത്തിടെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു, മുസ്ലിം സമുദായത്തിൽ പുരുഷന്മാര് രണ്ടാമത് വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ഭാര്യയുടെ അനുവാദം മേടിച്ചിരിക്കണം നിർബന്ധമായിട്ടും. ഭാര്യയുടെ അനുവാദമില്ലാതെ മുസ്ലിം പുരുഷന്മാർ ഒരിക്കലും രണ്ടാമത് വിവാഹം കഴിക്കരുത് എന്ന്. അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വിവാഹം കഴിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ, വിവാഹം കഴിക്കാതെ തന്നെ ഇപ്പൊ ഇഷ്ടംപോലെ വിവാഹേതര ബന്ധങ്ങൾ നടക്കുന്നില്ലേ പുരുഷന്മാർക്കിടയിൽ നിന്ന്. അപ്പൊ ആളെന്നോട് പറഞ്ഞു, അല്ല സ്ത്രീകൾക്കിടയിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ടല്ലോ ഷിംന, ഒരേ സമയം തന്നെ അവര് വളരെ അധികം പുരുഷന്മാരുമായിട്ട് സൗഹൃദം പങ്കിടുന്നുണ്ടല്ലോ. വിവാഹം കഴിക്കാത്ത സ്ത്രീകളും അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകളും എല്ലാം തന്നെ ഇഷ്ടംപോലെ ആളുകളുമായിട്ട് അവരുടെ സെക്ഷുവാലിറ്റി പങ്കിടുന്നുണ്ടല്ലോ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, പുരുഷൻ എന്ന് പറയുന്നത് ബേസിക്കലി പോളിഗമസ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ സ്ത്രീകളിൽ അവന് താല്പര്യം ഉണ്ടായിരിക്കും ഒരേ സമയം തന്നെ. യഥാർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും പോളിഗമസ് ആണെന്ന് പറയാൻ കഴിയുകയില്ല. മനുഷ്യരിൽ പുരുഷൻ പോളിഗമസ് ആണ്, എന്നാൽ സ്ത്രീകൾ മോണോഗമസ് ആണ്. അതായത് ഒരാളുമായിട്ട് മാത്രം സെക്ഷലി റിലേഷൻഷിപ്പ് വെക്കുക, അതാണ് യഥാർത്ഥത്തിലുള്ള സ്ത്രീ ചെയ്യുന്നതെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പം അയാൾ എൻ്റെ അടുത്ത് കുറേ വാക്കുകളൊക്കെ നടത്തി. ഞാൻ പറഞ്ഞു, സാധാരണ എല്ലാ സ്ത്രീകളോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കരുത്, കാരണം ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. ഒരു സമയത്ത് സാധാരണ ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായിട്ട് സെക്ഷലി ഇന്ററാക്ഷന് വളരെ ബുദ്ധിമുട്ടാണ്. മാനസികമായിട്ട് അവള് സെക്ഷലി ഒരാളുമായിട്ട് സ്നേഹിക്കുകയും അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ആ പുരുഷനെ ശാരീരികമായിട്ട് ശരിക്കും അവള് സെക്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. ആള് പറഞ്ഞു കണിശമായിട്ട്, അല്ലല്ല ഇഷ്ടംപോലെ കൊച്ചിയിൽ ഞാൻ കാണുന്നുണ്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു, ഈ പറയുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ പറയും? അവർ ഡ്രിങ്ക് ചെയ്യാറുണ്ടോ ചോദിച്ചു ഞാൻ. അതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ടോ? ആ ഉണ്ട് ഷിംന, അവർ ഡ്രിങ്ക് ചെയ്യാറുണ്ട്, ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കഞ്ചാവ് വലിക്കാറുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. കാരണം അവർ യഥാർത്ഥത്തിലുള്ള സ്വബോധത്തിലല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ?